ഇവിടെ കയറി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നാലോ? ഇവിടെ ഇരിക്കില്ലോറ, ഇവിടെ ഇരിക്കേ. നിനക്കറിയാവോ, ഈ കരയിൽ എനിക്കാരെയും വിശ്വാസമല്ല. പക്ഷെ നിന്നെയും നിന്റെ ആങ്ങളെ പീറ്ററിനെ എനിക്ക് വിശ്വാസമാണ്. ഇവിടെ ആരെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ആരെ അമരത്തെ എന്തിനും എനിക്ക് സംശയമാണ്, പേടിയാ. ആൻറ്റി ഇച്ചിരി നേരം കിടക്ക്. മനസ്സിൽ ആദ്യമുണ്ട് ആൻറ്റിക്ക്. കിടക്കാനോ സമാധാനമായിട്ട് ഒരിക്കൽ പോലും അതിനൊത്തിട്ടില്ല. എനിക്കിവിടെ ഉറക്കത്തിൽ പോലും ശല്യം ചെയ്യാൻ പ്രേതങ്ങളുണ്ട്. ഇവിടെ പാരമ്പര്യത്തിൻ്റെയും കടമകളുടെയും പ്രേതങ്ങൾ. ഭാര്യയുടെ കടമ, അമ്മയുടെ കടമ, അപ്പനോടും മകനോടുമുള്ള കടമ, പിന്നെ ചത്തുപോയവരോടുള്ള കടമ. പക്ഷെ എനിക്ക് എന്നോട് തന്നെ ഒരു കടമയും ഇല്ലായിരുന്നു. എനിക്ക് മാത്രമായിട്ട് ഒന്നും. ആൻറ്റി, എൻ്റെ മോനെ എനിക്കുള്ളായിരുന്നു. പക്ഷെ അവനെ കൊളംബോയ്ക്ക് കൊണ്ടുപോയി. സ്വത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പേര് പറഞ്ഞ് എൻ്റെ അടുത്തുനിന്ന് അവനെ അകറ്റണം. അതായിരുന്നു എല്ലാവരുടെയും ഉള്ളിൽ. മനസ്സ് കെട്ടുപോലെ. അതാ ഞാൻ പറയുന്നത്. ഇനിയും കിട്ടത്തില്ല എന്നെ എല്ലാം നഷ്ടപ്പെടാൻ. എനിക്ക് വേണം ലോറ, എൻ്റെ മോനെയെങ്കിലും എനിക്ക് വേണം. എന്നെ അറിയാവുന്ന ഒരാൾക്ക് ഞാൻ എൻ്റെ മോനെ കൊടുക്കത്തുള്ളൂ. ആൻറ്റി പ്ലീസ്. ലോറ, അവന് വേണ്ടി ഞാൻ മനസ്സിൽ കണ്ടുവച്ചേ നിന്നെ. ഇവിടെ നിന്റെ മുഖത്ത് മാത്രമേ ഞാൻ ഇച്ചിരി സ്നേഹം കണ്ടിട്ടുള്ളൂ. മനസ്സിൽ ഞാൻ കരുതി വെച്ചയാ അവന് വേണ്ടി നിന്നെ. ലോറ, എട്ടുവിൻ്റെ പെണ്ണാ നീ. ആൻറ്റി മിണ്ടാതിരിക്കും. നമ്മൾക്ക് ഇപ്പോൾ ഇതൊന്നും പറയണ്ട. പക്ഷേ ലോറ, നീ സൂക്ഷിക്കണം. എൻ്റെ ഗതി വരല്ലേ നിനക്ക്. ആൻറ്റി പ്ലീസ്, നമുക്കിതൊക്കെ പിന്നെയും സംസാരിക്കാമല്ലോ. വന്നേ, ഒരു കാര്യം പറയാനുണ്ട് എനിക്ക് നിന്നോട്. ഇലക്ട്ര സകലത് നശിപ്പിക്കും. മനസ്സിലായോ നിനക്ക്? എൻ്റെ വയറ്റിൽ പറഞ്ഞേ അവള്. എന്നിട്ടും അവളാ എൻ്റെ എബ്രഹാമിനെ തട്ടിയെടുത്ത് എൻ്റെ എഡുവിനെ പറഞ്ഞയക്കാൻ കൂട്ട് നിന്നതും അവളാ. ഇപ്പൊ ലോറ, നിനക്ക് വിട്ട് തരത്തില്ല എഡുവിനെ അവള്. അതുകൊണ്ടാ പറയുന്നതെന്ന് കൂട്ടിക്കോ. അവൻ വരുമ്പോ മുതൽ നീ നിന്റെ ആങ്ങളോട് പറയണം അവളിൽ നിന്ന് അവനെ മാറ്റി നിർത്താൻ. പിന്നെ എഡു വരുമ്പോ അവനെ കൂട്ടാൻ പോവാൻ പീറ്ററിനോട് നീ പറയണം. അപ്പൊ അവളെ കൊണ്ടുപോകില്ലെന്ന് പറയണം. ശരി ആൻറ്റി. ഹലോ, ആരാത്? ഹലോ ആരാ ലോറ? ആരാന്നാ ഞാൻ ഹലോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒരിയാട്ടുമില്ല. പിന്നെ പള്ളിയിൽ നിന്നുള്ള അറിയിപ്പ് മണിയുടെ ഒച്ച മാത്രമേ ഉള്ളായിരുന്നു. ഹലോ,
ഈസാ Diana. At last she comes. To leave me alone as before. At last she comes. Ara? ഇലക്ട്രയ്ക്ക് ഇന്ന് എവിടാണ്ട് പോണോന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങ് പോന്നല്ലേ വല്ലവരും കേട്ടാ ചിരിക്കും. അമരത്തെ അബ്രാമിന്റെ ഭാര്യ 2 കുട്ടികളുടെ അമ്മ പുത്തൻ പിള്ളേരുടെ കൂട്ട് പ്രേമിച്ച് നടക്കുന്നെന്ന്. ഈസാ നിനക്ക് പിന്നാലെ ഒരു വലിയ തറവാടിന്റെ പാരമ്പര്യമുണ്ട്. അതാണ് ചില്ലറയാണ്. പണ്ട് വെള്ളക്കാരുടെ കാലത്ത് തുടങ്ങിയ കുതിരക്കച്ചവടത്തിൻ്റെയും കപ്പക്കാരുടെയും പാരമ്പര്യം അതിവിടെ മാത്രമല്ല, അങ്ങ് ലങ്കയിലെ അൽവാരിസ് എസ്റ്റേറ്റ് വരയ്ക്കും വ്യാപിക്കുന്ന പാരമ്പര്യം. നീ ചെയ്യുന്ന പാപവാ കർത്താവിൻ്റെ വിധിക്ക് നടക്കാത്തത്. അതറിയാമോ നിനക്ക്? ഇത് പാപമാന്നേ. ഇതാ എൻ്റെ ജീവിതം. ഈ കണ്ണ് തുറക്കരുത് നീ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പോലെ കിടക്കുന്ന നിന്നെ എനിക്ക് കണ്ണടച്ചാൽ നീ മനസ്സിൽ കാണുന്ന ആരെയാ? ഇലക്ട്രയെ നേരെ ഈസാ കണ്ണടച്ച ഞാനിപ്പോൾ അവളെയാ കാണുന്നേ. നിക്ക്, എനിക്ക് സംസാരിക്കാനുണ്ട് ഒരു കാര്യം. I told you I have to talk to you. Not now, Electra. I'm very tired. Yes, you're tired. എനിക്കറിയാം, എല്ലാം അറിയാം എനിക്ക്. ഇനിയൊന്നും മറച്ചു വെക്കണ്ട നിങ്ങൾ. ആ പോർച്ചേഴ്സിനടുത്ത വീട്ടിലെ ആളെ കാണാൻ ഞാൻ കണ്ടതാ. മാനം കെട്ട ഒരു ഹൗ ക്യാൻ യു ബി സോ. നേരാ നീ പറയുന്നേ. ഞാൻ ഈസായെ സ്നേഹിക്കുന്നു. ആൻഡ് മോർ ഐ വിഷ് ടു ലിവ് വിത്ത് ഹിം. ഹൗ ക്യാൻ യു സേ ദാറ്റ് മമ്മ വിതൗട്ട് എനി ഷെയിം? പപ്പയെ പറ്റി ഒരു മൊമെന്റ് നിങ്ങൾ ഓർത്തോ? ഹൂസ് ഗുഡ്, ഹു ട്രസ്റ്റ് യു? എന്നിട്ട് നിങ്ങൾ നീ എബ്രാമിൻ്റെ ഭാര്യയായിരുന്നില്ലേ എലക്ട്ര? നിനക്കത് മനസ്സിലാവുമായിരുന്നു. അപ്പം നിങ്ങൾ പപ്പയുടെ സ്നേഹം നടിച്ചതോ? എന്നോടുള്ള വെറുപ്പുണ്ടായിരിക്കും അല്ലയോ? എൻ്റെ പപ്പയെ എന്നിൽ നിന്ന് അകറ്റാൻ. അത് മാത്രമേ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അല്ലയോ? എലക്ട്ര, നിനക്ക് ചെറുപ്പമാ, പാപം ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് കുറ്റപ്പെടുത്താൻ എളുപ്പമാ. പക്ഷെ ഒരിക്കൽ നിനക്കത് മനസ്സിലാവും. പക്ഷെ എഡ്വിൻ, അവനെ നിങ്ങൾ സ്നേഹിച്ചു. അവനെ എന്താ നിങ്ങൾ വെറുക്കാഞ്ഞത്? പറയ്. അവൻ എൻ്റെ കുട്ടിയാ, എൻ്റെ സ്വരൂപം. എൻ്റെ കൂടെ അവനുണ്ടായിരുന്നെങ്കിൽ ഇസാക്ക് ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ വരില്ലായിരുന്നു. നീ അതിന് ഉത്തരവാദി. അവനെ പപ്പായുടെ കൂടെ പറഞ്ഞയച്ച നീ എന്നോട് ചെയ്ത റിവെഞ്ച്. ലുക്ക്, ഒരു ചാൻസ് കൂടെ തരിക നിങ്ങൾക്ക് ഞാൻ, ഇസാക്കിനെ മറക്കാൻ. പപ്പയുടെ തറവാടിന് പേരുദോഷം വരുത്താതെ ഈ കുടുംബത്തിലെ കടമകളുമായിട്ട് ജീവിക്കാൻ. അല്ലേ, ഈ നിമിഷം ഞാൻ പപ്പയെല്ലാം അറിയിക്കും. ആയിക്കോ, പപ്പായെ എല്ലാം അറിയിച്ചോ. അമരത്തെ പടിയിറങ്ങാൻ ഞാൻ തയ്യാറാ. ഞാൻ ഇഷ്ടപ്പെടുന്ന ആളിൻ്റെ കൂടെ. അമരത്തെ പാരമ്പര്യത്തെക്കാട്ടിലും എനിക്ക് വലുത് എൻ്റെ ജീവിതമാണ്.
നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ അത് ചോദിച്ചത്. എൻ്റെ പപ്പയ്ക്ക് വേണ്ടിയാ. സുഖമില്ലാതിരിക്കുന്ന ആളാ. പപ്പയെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ആയിക്കോ, എന്റെ കണ്ണീര് കണ്ടേ നിനക്ക് സന്തോഷമാവത്തുള്ളേ. ആയിക്കോ. ആണ്ടേ, ഞാൻ പറഞ്ഞില്ലയോ അവരിവിടെ ഉണ്ടാവുമെന്ന്. പീറ്ററെ, അമരത്തൊരു ഇണക്കക്കൂട്ടം ഉണ്ടാവുന്നതിന് ഒത്തിരി മുമ്പാ, തോമാസ് ലീഹയുടെ കാലത്ത്. അന്നു മുതലുള്ളതാ ഈ കക്കുരിശ്. പണ്ട് അമരത്തുകാര് തെറ്റ് തെളിയിച്ചിരുന്നേയും കുമ്പസരിച്ചേയും ശിക്ഷ വിധിച്ചേയും ഇവിടെ വെച്ചാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എടി, എന്നാ ഒന്ന് പറഞ്ഞേച്ചും പോണ്ടായിരുന്നോ? എവിടെ എല്ലാം നോക്കിയെന്നറിയാവോ? അതിപ്പോ ചായ ആന്റി പറഞ്ഞ ആരോടും പറയണ്ടെന്ന്. അതാ ആണ്ടേ ആന്റി അഴിച്ചു. ലോറ, നമ്മളത് നടന്നു പോയേക്കാന്ന് പറ. ഇച്ചായനും അച്ഛനോട് പോയിക്കോളാൻ പറഞ്ഞു. നടന്നു വന്നേക്കാം ഞങ്ങള്. അല്ല, അതിനിയും ചാറ്റിൽ വന്ന മെനയാവത്തില്ലയോ? നില്ല്, അവര് നടന്നു പൊയ്ക്കോട്ടെ എന്ന്. ഇച്ചിരിക്കുള്ള ദൂരമല്ല ഉള്ളൂ. അച്ചോ, ഈ എബ്രാങ്കിളിന് കുളം പോലൊരു ബന്ധം ഉണ്ടായിരുന്നു പറയുന്ന രഹസ്യമായിരുന്നു അത്. അതുകൊണ്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു കൂട്ടിക്കോണം. എന്താ പീറ്ററെ? ഒന്നുമില്ല അച്ചോ, കാര്യങ്ങളുടെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുക. ഈ എബ്രാങ്കിൾ വരുന്ന ഒരു അച്ഛനെപ്പോഴാണ് അറിഞ്ഞേ? വരുന്നെന്ന് പറയുമായിരുന്നല്ലോ എപ്പോഴും. ഇപ്പോഴാ അതിനുള്ള നേരം വന്നെന്ന് കണ്ടോണം. വിവരം എന്ന് പറഞ്ഞ അവിടത്തെ കുഞ്ഞു തന്നെ ഇലക്ട്രായോ? ആന്നു. ചാപ്പലി പാതുകാവല് പൂജയും ഊരുവലും ഒക്കെ ഉണ്ടായിരുന്നില്ലയോ? അന്നാ രാത്രി പൂജയ്ക്ക് വന്നായിരുന്നു അവള്.